പുതിയ ഈവനിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അർണോസ് ആൻഡ് റോസ് സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുകയാണ് ഗൈസ്. കുളി കഴിഞ്ഞു. ഇനി കുറച്ച് നേരം അവരുടെ കളിക്കണ സമയമാണ് ഗൈസ്. അർണോസ് കളിക്കാറൊന്നുമില്ല ഗൈസ്. അർണോസ് പഠിപ്പ് മാത്രമല്ലോ. അർണോസിൻ്റെ കൂടുതൽ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണ സമയത്താണ്. പഠിക്കാടുത്ത് കഴിഞ്ഞാൽ ഉറക്കം വന്നു, വിശപ്പ് വന്നു. വിശപ്പ് എന്ന് പറഞ്ഞാൽ ജാതി വിശപ്പാ. നല്ല വിശപ്പുണ്ട്. കൊള്ളിമുട്ടയാ? കൊള്ളി ഉണ്ടാക്കിണ്ടായിരുന്നു കാലത്ത്, പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ആള് വിചാരിച്ചു കൊള്ളിമുട്ട ഉണ്ടാക്കുന്നു. ഓ, ഇന്ന് കൊള്ളിൻ ചമ്മന്തിയാണ് ഗായ്സ്. അടിപൊളിയായിരിക്കും ഗായ്സ്. അത് കഴിക്കാനുള്ള സന്തോഷത്താണ്. ഇതുവരെ ഒരു കരയ്ക്ക് എത്തിയിട്ടില്ല. അതിന്റെ പിന്നിൽ ഊതി കഴിഞ്ഞാൽ ഭയങ്കര മെച്ചമെന്ന് വിചാരാന്റെ. വെറുതെ ഒരു രസം. അല്ലാണ്ട് ഇപ്പൊ ഊതിട്ട് ആ കാറ്റോടെ നിൽക്കണ്ട. അർണോസ് തിരിച്ച് മറിച്ചൊക്കെ പിന്നെ വായോ എന്തുണ്ടാക്കിയാണെ നമുക്ക് നോക്കാം ഗൈസ്. നോക്കൂ ഗൈസ്, കൊള്ളി പുഴുങ്ങിയത് ഗൈസ്. ഇത് ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് ഇരിക്കുന്നത്. സാധാരണ കൊള്ളിയുടെ കൂടെ മുട്ടന് കഴിക്കുക. ഓ, ചമ്മന്തി ഗൈസ്, കാന്താരി മുളകിന്റെ ചമ്മന്തി. കാന്താരി മുളകിന്റെ ചമ്മന്തിയും കൊള്ളിയാണ് കഴിക്കാൻ ഗൈസ്. നമ്മുടെ അർണോസ് മാൻഡ്രോസ് എന്ന് കാന്താരി മുളക് ചമ്മന്തിയും കൊള്ളിയുമാണ് കഴിക്കാൻ പോകുന്നത്. അർണോസ് പ്ലെയിൻ ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. അർണോസിന്റെ പ്ലെയിൻ ഉണ്ടാക്കില്ല. ആദ്യമേ അവിടെ കഴിച്ചിട്ടുണ്ട്. വേറെ മോഡൽ പ്ലെയിൻ ആട്ടാ. ആ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വാവ്, ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട്. അർണോസിന്റെ പ്ലെയിൻ ഉണ്ടാക്കലാണ് ഗൈസ്. വേറെ മോഡലാട്ടാ, സാധാരണ ഉണ്ടാക്കുന്ന മോഡലല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ഈ മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും. നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ച് പ്ലെയിൻ വരും. അതാണ് ഈ പ്ലെയിൻ്റെ മോഡലിന്റെ പ്രത്യേകത. കുറച്ചൊക്കെ ആയിണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മടക്കി നിർത്തി ചെയ്ത കാരണം ഇപ്പം അങ്ങനെ ആവാണ്ടേ. ആദ്യം 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ പ്ലെയിൻ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരും. ആ മോഡലിന്റെ പ്ലെയിൻ്റെ മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. ഓ, ആൻഡ്രോസ് പണി തുടങ്ങി ഗായ്സ്. ഓ, ആസ്വദിച്ചുള്ള കഴിപ്പ് കൊണ്ട് ഗായ്സ്. ഇത്രയും ടേസ്റ്റ് വേറെ ഒന്നിനും അവൾക്ക് തോന്നിയിട്ടില്ല ഗായ്സ്. വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചാലും വീഡിയോ നിർത്തി ചിലപ്പോൾ മതിയേക്ക് കൂട്ടാം. അർണോസിന് ഒരു കപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഇന്നലെ മമ്മ മേടിച്ചു കൊടുക്കുന്ന കപ്പ് കേക്കാണ് ഗായ്സ്. ആ ടെൻഷനിൽ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് അർണോസിന് ഉറക്കം വരാന്ന് പറഞ്ഞിട്ട് മോട്ടർ ഓഫ് ഒക്കെ പോയിട്ട് ടാങ്ക് നിറഞ്ഞു ഗായ്സ്. മോട്ടർ ഓഫ് ആക്കി ഗായ്സ്. അത് അർണോസ് കപ്പ് കേക്ക് തിന്നുന്നു ഗായ്സ്. ഇന്നലെ 2-3 തിന്നുന്നുണ്ട് ഗായ്സ്. ആ മൂന്നാമത്തെ കപ്പ് കേക്കാണ് അർണോസ് കഴിക്കാൻ പോകുന്നത് ഗായ്സ്. അവന് ഭയങ്കര ഇഷ്ടമായി. ആൻഡ്രോസ് ഇന്നലെ കഴിച്ചത് ഓർമ്മയുള്ളൂ. രാത്രി വരെ ഛർദിയായിരുന്നു. കഴിച്ചത് മുഴുവൻ ഛർദിച്ച് ഗായ്സ്. അർണോസ് കഴിക്കുന്നത് കണ്ടോ ഗായ്സ്. വളരെ ടേസ്റ്റ് ആസ്വദിച്ചിട്ടാണ് നമ്മുടെ അർണോസ് കഴിക്കുന്നത്. ഓരോ പൊട്ട് ഇങ്ങനെ പൊട്ടിച്ചാണ് കഴിക്കുന്നത്. നമ്മുടെ ആൻഡ്രോസ് ഇവിടെ കൊള്ളി തിന്നുന്നു, അർണോസ് ഇവിടെ കപ്പ് കേക്ക് തിന്നുന്നു. കഴിക്കില്ല. ആൻഡ്രോസിന് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു തോന്നുന്നു ഗായ്സ്. അല്ലെങ്കിൽ സാധാരണ ആൻഡ്രോസ് ഇങ്ങനെ കഴിക്കാറില്ല ഗായ്സ്. ആൻഡ്രോസ് കൊള്ളി മുട്ട മാത്രം കഴിക്കാറുള്ളൂ. വാവ്, ഇത് കഴിഞ്ഞ പഴമുണ്ട് ഗായ്സ്. അമ്മാമ്മ കൃഷി ചെയ്തുണ്ടാക്കിയ പഴമാണ് ഗായ്സ്, കൊട്ടക്കാട്. അത് അർണോസ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഗായ്സ്. ആദ്യമൊന്നും പഴം കഴിച്ചായിരുന്നില്ല ഗായ്സ്. ഇപ്പോഴാണ് അർണോസ് പഴം കഴിച്ചു തുടങ്ങിയത് അല്ലേ? നേന്ത്രപ്പഴം ഇച്ചിരി താല്പര്യക്കുറവായിരുന്നു. ഇപ്പൊ എല്ലാ പഴം ആൻഡ്രോസും പഴം കഴിച്ചു തുടങ്ങിയ. വാ, ആൻഡ്രോസ് പിന്നെ വിറ്റാമിനുള്ള എല്ലാ സാധനങ്ങളും കഴിച്ചു തുടങ്ങി ഗായ്സ്. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആൻഡ്രോസ് വിറ്റാമിൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ സാധനങ്ങളും കഴിക്കുന്നുണ്ട് ഗായ്സ്. ആൻഡ്രോസിന്റെ കഴിപ്പ് കണ്ട ഗായ്സ്. അത് ലാസ്റ്റ് എടുക്കാം. ലാസ്റ്റ് പല്ലച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണ്ട. ആൻഡ്രോസിന് എന്തെങ്കിലും പറയണ്ട. എന്നിട്ടാ
ഞാൻ തെറ്റ് മാറ്റിയിട്ടു. സെറ്റ് മാറ്റിട്ട് വന്നു. സെറ്റ് മാറ്റിട്ടു. ആൻഡ്രോസ് സെറ്റ് അറേഞ്ച് ചെയ്തു ഗൈസ്. നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്തു. അത് ഒരു മിനിറ്റ്. ആറാമത്തെ എന്താ പറയാ? ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് ചൊവ്വാഴ്ച, ബുധനാഴ്ച. തിങ്കളാഴ്ച ബിരിയാണി. തിങ്കളാഴ്ച സ്കൂളിന്റെ വാർഷികത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഒക്കെ പ്രതി എന്തുണ്ടായിരുന്നു? ബിരിയാണി ഉണ്ടായിരുന്നു. അതാ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ട് ബിരിയാണിക്ക് ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെജ് ബിരിയാണി ആണോ ചിക്കൻ ബിരിയാണി ആണെന്ന്. ആൻഡ്രോസ് ചിക്കൻ ബിരിയാണിക്ക് കൈ ഉയർത്തി ഗൈസ്. നോമ്പ് കാലത്ത് മോൾ ചിക്കൻ ബിരിയാണിക്ക് കൈ ഉയർത്തി. നമ്മുടെ ആർമോസ് മോൻ നല്ല മോൻ വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കൈ ഉയർത്തി. തിങ്കളാഴ്ച കഴിച്ചപ്പോൾ ആൻഡ്രോസ് നല്ല മോളായിട്ട് ചിക്കൻ കഴിച്ചില്ല, വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു. അപ്പോൾ ആർമോസ് മോൻ കൈ ഉയർത്താണ്ട് ചിക്കൻ ബിരിയാണി കഴിച്ച് ആർമാസ് വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പം വീട്ടിൽ ബിരിയാണി വെച്ച് കഴിക്കില്ല ഗൈസ്, പുറത്ത് ബിരിയാണി വെച്ചാലേ കഴിക്കുള്ളൂ ഗൈസ്. അവനാ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കൂടുതലല്ലേ, അതാണ് ഇഷ്ടമല്ല. അതവനെ കുറ്റം പറയാൻ പറ്റില്ല അല്ല ഗൈസ്. ചൂടുള്ള ചായ ഗൈസ് മിക്കവാറും ഒന്നും കഴിക്കുന്നില്ല. ഞാൻ പറയേ സമയം പോണു. പ്ലെയിൻ്റെ കാര്യമാണ് ഗൈസ്. അമ്മ എന്തോ ഓർത്തിച്ചിരിക്കുന്നത്. എന്തിനാണ് അമ്മ ചിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇനി ആൻഡ്രോസ് നമ്മുടെ സെറ്റ് അറേഞ്ച് ചെയ്ത് കാണാം. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈവനിങ്ങുകളൊക്കെ നമ്മൾ അവസാനിക്കുന്നതാണ് ഗൈസ്. വരൂ ഗൈസ്, ആൻഡ്രോസ് വരൂ കാണിക്കൂ നമ്മുടെ ആൻഡ്രോസിന്റെ സെറ്റ് അല്ല, ടേബിളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആകെ കച്ചറയാക്കിട്ട് വെക്കാറ് ഗൈസ്. ഇന്ന് ഇച്ചിരി വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. വാവ്, വളരെ മനോഹരമായിരിക്കും. ഇത്രയും ഒതുക്കി വയ്ക്കുന്ന വിചാരിച്ചില്ല ഗൈസ്. ഇങ്ങനെയൊന്നല്ല ആർന്നിട്ടാ. ഇതാണ് ഇതേപോലെ ആയിരുന്നു. അതുപോലെ ആ സാധനമാണ് ഇപ്പൊ ആൻഡ്രോസ് ഒതുക്കി വെച്ചിരിക്കുന്നത് ഗൈസ്. ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ, എങ്ങനെയാന്ന് അറിയണ്ടേ വൃത്തിയിലത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ഈവനിങ്ങുകളൊക്കെ ഞങ്ങളിവിടെ അവസാനിക്കുകയാണ് ഗായ്സ്. ആൻഡ്രോസ് കൊള്ളി തിന്ന് കഴിക്കുകയാണ് ഗായ്സ്. അപ്പൊ അവസാനിപ്പിക്കാം. അപ്പൊ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.